അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: 2 3/5 പ്ലസ് 4 2/5 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 4/7 പ്ലസ് 3 3/7 ഹോൾ സ്ക്വയർ. ഇതിന്റെ വാല്യൂ കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, ഇത് പെട്ടെന്ന് ചെയ്യാനൊരു വഴി ഉണ്ട്. കാരണം ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ബൈ 5 ആണ്, ഇവിടെ ബൈ 5 ആണ്. അപ്പൊ 3/5 പ്ലസ് 2/5, താഴെ രണ്ടും 5 ആയതുകൊണ്ട് നമുക്ക് 5 അങ്ങനെ തന്നെ എഴുതാം. 3 പ്ലസ് 2 5. അപ്പൊ 5/5 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതായത് 2 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ ഈ രണ്ട് ഭിന്നസംഖ്യകളും കൂടെ ചേർന്നിട്ട് 1 ആയി. അപ്പോൾ 2 പ്ലസ് 4 പ്ലസ് 1 ഈക്വൽ ടു 7 എന്ന് കിട്ടി. അപ്പൊ ഈ മൊത്തത്തിലുള്ള ഭിന്നസംഖ്യക്ക് പകരം നമുക്ക് എന്തെഴുതാം? 7 എന്നെഴുതാം. എന്നിട്ട് സ്ക്വയർ ഇടാം. ഇപ്പോൾ ചെയ്തത് കിട്ടാത്ത ആളുകൾക്ക് താഴത്തത് ചെയ്യുമ്പോൾ അതേ കാര്യം തന്നെയാണ്, സംഖ്യ മാത്രമേ മാറുന്നുള്ളൂ. ഞാനതും ചെയ്യാണ്. അപ്പൊ താഴെ എന്തുണ്ട്? 4/7 ഉണ്ട്, ഇവിടെ 3/7 ഉണ്ട്. അപ്പൊ താഴെ രണ്ടും 7 ആയതുകൊണ്ട് ആ 7 അങ്ങനെ തന്നെ എഴുതുന്നു. മേലെയുള്ള 4 പ്ലസ് 3. അപ്പൊ 4ഉം 3ഉം 7. അപ്പൊ നമുക്ക് 7/7 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ മേലെ 5/5 ഈക്വൽ ടു 1 കിട്ടിയ പോലെ താഴെ 7/7 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾക്ക് പകരം 1 എന്ന് കിട്ടി. ബാക്കി എന്തുണ്ട്? ഒരു 3 പ്ലസ് ഒരു 3. അപ്പൊ 3 3 6. പിന്നെ ഈ കിട്ടിയ ഒന്നും കൂടെ ചേരുമ്പോൾ 7. ഓക്കെ, അപ്പൊ 7 എന്ന് കിട്ടി. എന്നിട്ട് ഈ സ്ക്വയർ, ഇത് 7 സ്ക്വയർ. അപ്പൊ മേലെ 7 സ്ക്വയർ, താഴെ 7 സ്ക്വയർ. ഓക്കെ, അപ്പൊ 7 സ്ക്വയർ ബൈ 7 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഇതാ രണ്ട് ഭിന്നസംഖ്യകൾക്കും താഴെ ഛേദം സെയിം ആയതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിയത്. അതിന് പകരം വേറെ ഭിന്നസംഖ്യകൾ, ഇവിടെ 3/5 പ്ലസ് 4 2/7 എന്ന് വല്ലതാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ ഇത് കണ്ണിൽ പെടണം. ഇത് കണ്ണിൽ പെട്ടാൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളവർ ഇത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും. അല്ലാത്ത ആളുകൾ സാധാരണ രീതിയിൽ ചെയ്യും, 2 3 സ്റ്റെപ്പ് എക്സ്ട്രാ എടുക്കും. അപ്പൊ കൂടുതൽ സമയം ചെലവാകും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.